ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇന്നും പതിവ് പോലെ 4:30 എണീറ്റു. എണീറ്റ പാടെ കഞ്ഞിക്കിടാറാണ് പതിവ്. കാരണം ഞങ്ങൾക്ക് അടുപ്പ് പുറത്താണ്, വിറകടുപ്പ്. അപ്പോൾ ചേട്ടൻ പോണതിന് മുമ്പേ ചേട്ടന് കുറച്ച് റബ്ബർ ടാപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോണതിന് മുന്നേ ഞാൻ കഞ്ഞിക്ക് പുറത്തിട്ടിട്ട് അകത്ത് കയറും. പിന്നെ ഞാൻ പുറത്തിറങ്ങാറില്ല, എനിക്ക് പേടിയാണ്. സംഭവം ആ സമയത്ത് ഇരുട്ടാണല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ട് ചേട്ടൻ പോണതിന് മുന്നേ തന്നെ കഞ്ഞിക്കൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിറക് നീക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ അതുകൊണ്ട് ആദ്യമേ കഞ്ഞിക്കിടും. കഞ്ഞിക്കിട്ടിട്ട് കതകൊക്കെ പൂട്ടിയതിന് ശേഷം അകത്ത് നിന്നുള്ള ബാക്കി ജോലികളാണ്. അപ്പവും ചുട്ടു. അതിന് മുന്നേ തന്നെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്തിനൊന്നും ആവത്തില്ല, അതുകൊണ്ട് കടലക്കറി ആക്കിയിട്ടുണ്ട്, അപ്പവും ആക്കിയിട്ടുണ്ട്. അപ്പോൾ മീനിനുള്ളതും കഞ്ഞിക്കുള്ളതും കൂടെ, പിന്നെ മീനെല്ലാം അറുത്ത് കഴുകി അരച്ചെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ മീനും കൂടെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഇപ്പോഴേ തുടങ്ങിയ ഒരു ശീലമാണ് വെള്ളം കുടിക്കൽ. കുറച്ച് മുന്നേ വരെ ഞാൻ അങ്ങനെ ചെയ്യൂലായിരുന്നു, വയറുവേദന കാരണം. പിന്നെ ഡോക്ടർ എപ്പോഴും വെള്ളം കുടിക്കണം, 4 ലിറ്റർ വരെ ഒരാൾ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ മാക്സിമം വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ വെറും വയറ്റിൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ ഇന്നത്തെ ജോലികൾ ഇവിടെ ആയിട്ടുണ്ട്. ചോറ് വെച്ചു, അവിയൽ വെച്ചു, മീൻ വെച്ചു, പിന്നെ അപ്പവും കടലക്കറിയും രാവിലത്തേക്കും ആക്കി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയുള്ളത് ക്ലീനിങ് ആണ്. പിന്നെ ഇവിടെ എല്ലാം ഒതുക്കി സിങ്കിൽ പാത്രം കഴുകാനുള്ളത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ 7:30 അപ്പോൾ ചേട്ടന് പോകാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് ചേട്ടൻ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണേ. ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ജോലി എന്ന് വെച്ചാൽ അടുക്കളയിൽ കിടക്കുന്ന പാത്രം കഴുകിയിട്ട് അവന്മാരെ റെഡിയാക്കി സ്കൂളിൽ വിടുക എന്നുള്ളതാണ്. മൂത്ത ആൾ പെട്ടെന്ന് റെഡി ആയിക്കോളും, അവൻ്റെ സമയമാകുമ്പോൾ അവൻ റെഡിയാക്കി പോയിക്കോളും. പക്ഷേ ഇളയാളെ അവൻ്റെ പുറകെ നടന്ന് റെഡിയാക്കണം. പിന്നെ ഞങ്ങൾ മൂന്നുപേരും രാവിലെ കാപ്പി ഒത്താണ് കുടിക്കാറുള്ളത്. ഞാൻ കഴിക്കാൻ പോയില്ലെങ്കിൽ ആദ്യം എന്നെ വെയിറ്റ് ചെയ്തിരുന്ന അവൻ എന്നെ വിളിക്കുകയാണ് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ആദ്യനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് ഫോൺ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫോണിലൊക്കെ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ലൈവൊക്കെ ചെയ്ത് അതിന് ശേഷം പോയി കിടക്കാറാണ് പതിവ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ചിലപ്പോൾ അതിന് മുന്നേ എണീക്കും, വിശക്കുവാണെങ്കിൽ അതിന് മുന്നേ എണീക്കും. രാവിലെ എണീക്കണത് കൊണ്ട് തന്നെ കുറച്ച് സമയം കിടന്നില്ലെങ്കിൽ എനിക്ക് BP പ്രശ്നമുണ്ട്, അപ്പോൾ BP കുറയും. അതുകൊണ്ട് ഞാൻ എന്നും ഈ സമയം കുറച്ച് കിടക്കാറാണ് പതിവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യം പോയി വിളിച്ചിട്ട് വന്നു. അവന്മാർ വന്ന പാടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി. ഞാൻ ആ സമയത്ത് എനിക്ക് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. മുറ്റം തൂക്കൽ, തുണി പറക്കിക്കൊണ്ട് ഇടൽ, പിന്നെ തുണികൾ മടക്കി വെക്കൽ, പിന്നെ കുറച്ച് തുണികൾ കഴുകാനുണ്ട്, പിന്നെ അവന്മാരെയും കുളിക്കണം. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. അതിന് മുന്നേ ഒത്തിരി മുറ്റമുണ്ട് തൂത്തുവാരാൻ തന്നെ. അതൊക്കെ പെട്ടെന്ന് തൂത്തൊക്കെ വാരി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോൾ അവന്മാരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അകത്ത് കയറ്റി. പിന്നെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ ചേട്ടനും വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ വിട്ട് കുടിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്ത് കൂടെ കൂട്ടുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.